ഫിഖ് എന്നതെന്താണ്? വിശദമായിട്ട് ഇതിന്റെ ആദ്യം തന്നെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫിഖ് എന്ന് പറഞ്ഞാൽ ഇസ്തിഫാദത്തുൽ അഹ്കാമി മിനൽ അദില്ലത്തി തഫ്സീലിയ എന്നാണ്. തഫ്സീലിയായ ദലീലുകളിൽ നിന്ന് ഹുക്മിനെ കരസ്ഥമാക്കുക. ഉദാഹരണം പറഞ്ഞാൽ അസ്സലാത്തു വാജിബത്തുൻ, നിസ്കാരം നിർബന്ധമാണ് എന്ന ഹുക്മിനെ ഇവിടുന്ന് പിടിച്ചത്. അത് പിടിച്ചത് അഖീമുസ്സലാത്ത എന്ന ദലീലും, അതേ പ്രകാരം ആ അഖീമുസ്സലാത്തയിൽ നിന്ന് അമ്രാണെന്നും അമ്രു ഉജൂബിനിക്കാണെന്നുള്ള ഇജ്മാലിയായ ദലീലും. അപ്പൊ ഇങ്ങനെ അഖീമുസ്സലാത്ത അമ്രുൻ വല്ലംറു ലിൽ ഉജൂബി ഹഖീഖത്തൻ, അപ്പോൾ അഖീമുസ്സലാത്ത ലിൽ ഉജൂബി ഹഖീഖത്തൻ. ഇങ്ങനെയാണ് ഇപ്പോ യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നിസ്കാരം വാജിബാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ കണ്ടുപിടിക്കുന്ന ആളാരാവണം? ശുറൂത്തിന് ജിത്യാദുകൊണ്ട് മുക്തസിബായ ആളാവണം. അതോടുകൂടെ ഈ തഫ്സീലിയായ ദലീലുകൾ പരസ്പരം താറുന്നുണ്ടാവുമ്പോൾ അതിനെ ഇന്നതിനെ എന്താണ് വാജിയാക്ക എന്ന മുറജ്ജിഹാത്ത് അയാൾ അറിയും വേണം. അപ്പോ ഇസ്തിഫാദത്തുൽ അഹ്കാമി മിനൽ അദില്ലത്തി തഫ്സീലിയ എന്ന കാര്യം ഉണ്ടാകണമെങ്കിൽ 4 കാര്യം വേണം. ഫിഖ് എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്തിഫാദത്തുൽ അഹ്കാമി മിനൽ അദില്ലത്തി തഫ്സീലിയാണ്. അതിനാകെ 4 കാര്യം വേണം. ഒന്ന് തഫ്സീലിയായ ദലീല് വേണം, മറ്റൊന്ന് ഇജ്മാലിയായ ദലീല് വേണം, ഒന്ന് ശുറൂത്തുൽ ഇജ്തിഹാദ് കൊണ്ട് മുക്തസിബാകണ ഇയാൾ. അറിഞ്ഞാൽ പോരാ, അറിയാൻ നമുക്ക് അറിയാതെ പോരാ, മുക്തസിബാകണം. അതുകൊണ്ട് കൂടെ മുറജ്ജിഹാത്ത് അറിയണം. അപ്പോ ആകെ തഫ്സീലിയായ ദലീൽ അറിയണം, ഇജ്മാലിയായ ദലീൽ അറിയണം, മുറജ്ജിഹാത്ത് അറിയണം, പിന്നെ ശുറൂത്തുൽ ഇജ്തിഹാദുണ്ട് ഇത്തിസാഖും വേണം. അപ്പൊ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാലേ എന്തുണ്ടാവുള്ളൂ? ഇസ്തിഫാദത്തുൽ അഹ്കാമി മിനൽ അദില്ലത്തി തഫ്സീലിയ എന്നത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഫിഖ്ഹിന്റെ ഉസൂൽ ഈ 4. അതിൽ നിന്ന് തഫ്സീലിയായ ദലീല് റബ്ത്തില്ലാത്തതായതിന്റെ പേരിൽ, കാരണം ആയിരക്കണക്കിന് തെളിവുകളാവുമല്ലോ, അത് ദലീൽ പിന്നെ റബ്ത്തില്ലാത്തതിന്റെ പേര് അത് നമുക്ക് പറഞ്ഞിട്ട് വേണം ഒഴിവാക്കാം. ബാക്കി 3 എന്തായാലും ഉസൂൽ ഫിഖ്ഹിൽ പെട്ടോളണം. ഒന്ന് ഇജ്മാലിയായ ദലീലും, ഒന്ന് ശുറൂത്തുൽ ഇജ്തിഹാദും, ഒന്ന് പിന്നെ. പക്ഷേ ശുറൂത്തുൽ ഇജ്തിഹാദിന്റെ ഇത്തിസാബാവേണ്ടത് മുറജ്ജിഹാത്തിന്റെ മഅരിഫത്ത്, തഫ്സീലിയായ ദലീലിന്റെ മഅരിഫത്ത്, അല്ല ഇജ്മാലിയായ ദലീലിന്റെയും മഅരിഫത്ത്. മനസ്സിലായില്ല? അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഉസൂൽ ഫിഖ്ഹിൽ ഉൾക്കൊള്ളേണ്ട 3 വസ്തുക്കൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജുംഹൂറും തഹ്‌ഖീഖ് പറയുന്നത്. പക്ഷെ മുസന്നിഫ് എന്ത് ചെയ്ത് ദലായിലിന്റെ ഇജ്മാലിയത്ത് മാത്രമാണ് വരെ പറയുന്നത്. എന്നിട്ട് പിന്നെ മുറജ്ജിഹാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും ഇജ്മാലിയായ ദലീലിന്റെ തെരീഖാക്കിയിട്ട് മുമ്പിൽ വെച്ച്, യഥാർത്ഥത്തിൽ ഇജ്മാലിയായ ദലീൽ തെരീഖല്ലാതെ തഫ്സീലിയത്ത് അതിൽ നിന്ന് ഉണ്ടാകുക. അപ്പൊ ആ അടിസ്ഥാനത്തിൽ തഫ്സീലിയത്തിന്റെ വകുപ്പുകാരിയാണ്, പക്ഷേ ഇജ്മാലിയത്തിന്റെ വകുപ്പുകാരിയാക്കി ചെയ്തു. അങ്ങനെ മഞ്ഞൾ പവാലി പറയും ചെയ്ത് ഇവിടെ അതിലേക്ക് സൂചിപ്പിക്കുന്നത് ഇജ്മാലിയത്തിലേക്കാണ്. അപ്പൊ ഇജ്മാലിയത്തിന്റെ മുസ്തഫീദിന്റെയും ഇസ്വാത്തിന്റെയും തെരീഖിനെ സംബന്ധിച്ച് പറഞ്ഞു ചെയ്ത് ഇതൊക്കെ അപകടങ്ങളിൽ പോയി. എന്നാണ് ഒട്ടാകെ പറയാൻ പോകുന്നത്. ഹാസിൽ മനസ്സിലായില്ലേ? അല്ല ഒബിൽ മുറജ്ജിഹാത്ത് ومن المرجحات صفات المجتهد وصفات المجتهد وبصفات المجتهد. لا وبالمرجحات അവിടുന്ന് തുടക്കം കണ്ടില്ലേ? ഇതാണ് ഇപ്പം ഷാരിയെ മുസന്നിഫിന്റെ മേലുള്ള ആക്ഷേപം തുടങ്ങാണ്. മുറജ്ജിഹാത്ത് കൊണ്ട് മുറജ്ജിഹാത്തിന് അറിയലുകൊണ്ട് കരസ്ഥമാക്കപ്പെടും ഫിഖ്ഹിന്റെ ദലീലുകൾ. അതായത് ഒന്നിനെ ഫിഖ്ഹിന്റെ മേൽ അത് അറിയിക്കും. അതിന്റെ തഫ്സീലിയായ ദലീലിന്റെ കൂട്ടത്തിൽ നിന്ന് ഫിഖ്ഹിന്റെ മേൽ ദലീലാകുന്ന ദലീലിനെ കരസ്ഥമാക്കപ്പെടും.
عند تعارضها ആ ദലീലുകൾ തമ്മിൽ തആറുദാകുന്ന സമയത്ത് وبصفات المجتهد സിഫാത്തുൽ മുജ്തഹിദ് കൊണ്ട് أي بقيامها അതായത് ഐ ബിഖിയാമിഹാ ആ സിഫാത്തുൽ മുജ്തഹിദ് നിക്കൽ കൊണ്ട് ഒരു മനുഷ്യനിൽ നിക്കൽ കൊണ്ട് യകൂനു അവനാകും മുസ്തഫീദൻ കരസ്ഥമാക്കുന്നവനാകും أي أهل الاستفادة ആ ദലീലുകളെ കരസ്ഥമാക്കലിക്ക് അവൻ അഹ്ലാകും بالمرجحات കൊണ്ട് കരസ്ഥമാക്കലിക്ക് അഹ്ലാകും فيستفيد الأحكام منها അതിൽ ഹുക്മുകൾ അതിലെല്ലാം ഇസ്തിഫാദ് ചെയ്യും. ولتوقف استفادة الأحكام അപ്പൊ ഇസ്തിഫാദത്തുൽ അഹ്കാം എന്നതാണ് ഫിഖ്. ആ ഇസ്തിഫാദത്തുൽ അഹ്കാം അപ്പൊ ഈ മൂന്നെണ്ണത്തിലും നമുക്ക് പോയി ഇജ്മാലിയായ ദലീലിന്റെ പേരിലും അതേപ്രകാരം പിന്നെ മറ്റേ മുറജ്ജിഹാത്തിന്റെ പേരിലും സിഫാത്തുൽ മുസ്തഹിദിന്റെ പേരിലും ഒക്കെ നമുക്ക് പോയി. ഇസ്തിഫാദത്തുൽ അഹ്കാം എന്താണ് ഇതൊക്കെ വേണം. പക്ഷെ സിഫാത്തുൽ മുസ്തഹിദിന്റെ അരിവത്തല്ല ഉണ്ടാകേണ്ടത് ഖിയാമാണ്. ولتوقف ഇസ്തിഫാദത്തുൽ അഹ്കാം തവഖുഫായതിനു വേണ്ടി ഇതികളിൽ നിന്ന് ദലീലിലെ ഹുക്മുകളെ കരസ്ഥമാക്കുക എന്ന തവഖുഫായതിനു വേണ്ടി എങ്ങനത്തെ ഇസ്തിഫാദത്തുൽ അഹ്കാമാണ് അതാണ് ഫിഖ്. അങ്ങനത്തെ ഇസ്തിഫാദത്തുൽ അഹ്കാം തവഖുഫായതിനു വേണ്ടി മുറജ്ജിഹാത്തിന്റെ മേലിലും സിഫാത്തുൽ മുജ്തഹിദിന്റെ മേലിലും മുമ്പ് പറഞ്ഞ വജ്ജ് പ്രകാരം മുറജ്ജിഹാത്തിന്റെ മഅരിഫത്തും സിഫാത്തുൽ മുജ്തഹിദിന്റെ ഇഖ്തിസാബും അങ്ങനെ വായതിനു വേണ്ടി ദക്കറൂഹ പണ്ഡിതന്മാർ അതുകളെ പറഞ്ഞു. ഉസൂലിന്റെ രണ്ട് താരീഫിലും എങ്ങനത്തെ ഉസൂലാണ് അൽ മൗദൂഇ വെക്കപ്പെട്ടത് ബയാനിമാ ഒന്നിന്റെ ബയാന് വേണ്ടി യതവഖഫു അലൈഹി ഫിഖ് തവഖുഫാകുന്നു എന്റെ ബയാന് വേണ്ടി വെക്കപ്പെട്ടതാണ് ഉസൂൽ. പക്ഷേ ദലീലുകൾ തന്നെ എല്ലാ ദലീലിലേക്കാരും തഫ്സീലത്ത് ഒത്തില്ല. അതാണ് ലാക്കിനിൽ ഇജ്മാലിയ. പക്ഷേ ഇജ്മാലിയായ ദലീലുകളാണ് അത് പറ്റേ കസീറായതിനു വേണ്ടി തഫ്സീലിയത്ത് പറയില്ല. മുറജ്ജിഹാത്തിനാലും സിഫാത്തുൽ മുജ്തഹിദിനാലും ഈ മുറജ്ജിഹാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും സാഖിത്താക്കി മുസന്നിഫ് തങ്ങള് നീ തന്നെ മനസ്സിലാക്കിയ പോലെ ലിമാ കാല മുസന്നിഫിനെ പറഞ്ഞതിന് വേണ്ടി മുസന്നിഫ് എന്താ പറഞ്ഞ മുറജ്ജിഹാത്തും അതേപ്രകാരം സിഫാത്തുൽ മുജ്തഹിദും തഫ്സീരിയായ ദലീലിന്റെ മൗഖൂഫാലിയല്ല ഇജ്മാലിയത്തിന്റെ മൗഖൂഫാലിയാണെന്ന് പറഞ്ഞത്. സത്യത്തിൽ ഒരിക്കലും ശരിയായില്ല. അതാണ് അതെന്തായാലും അത് ഉസൂലിൽപ്പെട്ടതല്ല. അതുകളെ പറയപ്പെടുന്നു ഉസൂലിന്റെ കിതാബുകളിലൊക്കെ പറയപ്പെടുന്നു. ആ ഉസൂലിന്റെ മഅരിഫത്ത് തവഖുഫായതിനു വേണ്ടി അതിന്റെ അത് ഉസൂലിലേക്കുള്ള തെരീഖ. യഥാർത്ഥത്തിൽ ഉസൂലിലേക്കുള്ള തെരീഖല്ല. സിഫാത്തുൽ മുജ്തഹിദും മുറജ്ജിഹാത്തും തഫ്സീലിയായ ദലീലിലേക്കുള്ള തെരീഖാണ്. അപ്പൊ പിന്നെ മുസന്നിഫിന് ഒരു സംശയം, നാം പിന്നെ എന്തിനാണ് പിന്നെ മറ്റേ ഈ ശുറൂത്തുൽ ഇജ്തിഹാദും മുറജ്ജിഹാത്തിന്റെ ശുറൂത്തുൽ ഇജ്തിഹാദും മറ്റുമൊക്കെ ഫിഖഹിന്റെ ഈ ഉസൂൽ കിതാബ് പറയുന്നത് മുസന്നിഫ് തങ്ങൾ പറഞ്ഞു അതുകളെ പറയൽ ആ സന്ദർഭത്തിൽ ഉസൂലിന്റെ താരീഫിൽ പറഞ്ഞത് പണ്ഡിതന്മാര് പറഞ്ഞ പോലെയാണ്. ഫഖീഹിന്റെ താരീഫിൽ കാര്യത്തിൽ അപ്പൊ ഫഖീഹിന്റെ താരീഫിൽ ഫിഖഹിന്റെ മൗഖൂഫാലിയായ ഇജ്തിഹാദിന്റെ ശർത്ത് പറഞ്ഞാൽ അൽ ഫഖീഹു വൽ മുജ്തഹിദു എന്ന് പറയും പോലെ ഉസൂലിന്റെ താരീഫിൽ ഉസൂലിന്റെ മൗഖൂഫാലിയായ കാര്യങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ ഉസൂലിൽപ്പെട്ടതല്ല. ഹൈസു ഖാലു അൽ ഫഖീഹു വൽ മുജ്തഹിദു വഹുവ
وذو الدرجة الوسطى മുജ്തഹിദ് തന്നെ ദുർദർജത്തിൽ ഉന്നതമായ ദർജ ഉടയവനാണ് അറബിയത്താലും ഉസൂലാലും അവസാനം എന്താണ് ഒമാക്കാലു പണ്ഡിതന്മാര് പറഞ്ഞില്ല അൽ ഫഖീഹു അൽ ആലിമു ബിൽ അഹ്കാം എന്ന് പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലോകത്തിന്റെ വാഹിനോട് യോജിച്ച സംസാരത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുറജ്ജിഹാത്തും അതേപ്രകാരം സിഫാത്തും ചെയ്തും ഇജ്മാലിയായ ദലീലിന്റെ മോക്കുപാലിയാണെന്നും തഫ്സീലിന്റെ മോക്കുപാലിയല്ല എന്നും ആ തഫ്സീൽ പിന്നെ ഇജ്മാലിയാത്തിന്റെ മോക്കുപാലിയായതുകൊണ്ടാണ് ഉസൂലിയിലെ താരീഖിൽ പറഞ്ഞതെന്നൊക്കെയുടെ മന്നിൽ മൊബാലിൽ പറഞ്ഞത്. അതിനാണ് ഈ നമ്മുടെ ജവാബിന്റെ പിന്നെ മക്തബിന്റെ സൂചനയാണ്. في أن المرجحات وصفات المجتهدين صفات المجتهدين طريق للدلائل الإجمالية الذي എങ്ങനത്തെ കാര്യമാണ് ബനാ അലൈഹി അതിന്റെ മേൽ മുസന്നബി എടുത്ത് മുൻകടക്കപ്പെടാത്ത വാദം അതിലേക്ക് മുൻകടക്കപ്പെട്ടിട്ടില്ല. അതുങ്ങളെ സാക്കിത്താക്കലാൽ ഉസൂലിന്റെ രണ്ട് താരീഫിൽ നിന്നും സാക്കിത്താക്കലാൽ ഇതാണ് സംഭവം ഉണ്ടായത്. പക്ഷെ എനിക്കറിയാൻ എനിക്ക് എന്നെ ആലോചിച്ചൊക്കെ അറിഞ്ഞൂടെ മുറജ്ജിഹാത്തും സിഫാത്തും ഉസൂലിന്റെ പെട്ടതിന്റെ ഉറപ്പല്ലേ? അതാണ് നിനക്കറിയാമല്ലോ. വാന്ത ഹബീറിനർത്ഥം നിനക്ക് അറിയാമല്ലോ. ഇമ്മാ തഖദ്ദമ മുമ്പ് പറഞ്ഞു പോയതിൽ നിന്ന് എനിക്കറിയാം. തഫ്സീരിയത്തിന്റെ തിരിക്കാണ് ഇജ്മാലിയത്തിന്റെ തിരിക്കല്ല. മുറജ്ജിഹാത്തും സിഫാത്തും വിഷയവും തഫ്സീരിയത്തിന്റെ തിരിക്കാണ്. പിന്നെങ്ങനാവാ എങ്ങനെ? അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തഫ്സീലിയത്തിന്റെ തെരീഖാണ്. പക്ഷെ ഇവിടെ മുസരി പറഞ്ഞത് ഇജ്മാലിയത്തിന്റെ എന്നാണ്. ഒരു പക്ഷെ ഇങ്ങനെ ബാധിച്ചതാകാം. എങ്ങനെ? തഫ്സീലിയത്ത് എന്ന് പറഞ്ഞതും ഇജ്മാലിയത്തും തമ്മിൽ ഒന്ന് കുല്ലിയും ഒന്ന് ജുസിയുമാണ്. അപ്പൊ ജുസിയായ തഫ്സീലിയത്തിന്റെ തെരീഖ് ആണ് യഥാർത്ഥത്തിൽ അത് ഇജ്മാലിയത്തിന് പറയാൻ ജുസിന്റെ തെരീഖ് കുല്ലിന്റെ ആവാനോ എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് ആവാം. അങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം തഫ്സീലിയത്തിന്റെ തെരീക്കാവുന്ന മിന്നൈസ് തഫ്സീലാണ്. ഒരു ജുസിയനിക്ക് ജുസിയിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഉസൂലിയിൽ ഉണ്ടായിക്കൊള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇൻസാനും ഹയവാനും കൂടി നോക്കിയാൽ ഹയവാൻ കുല്ലിയാണ്, ഇൻസാൻ ജുസിയാണ് അല്ലെ? ഈ ഹയവാനിയത്തിന്റെ അല്ല ഇൻസാനിക്ക് ഇൻസാനിയത്തിന്റെ നിലയ്ക്ക് വരുന്ന പ്രത്യേകതകൾ ആർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഹയവാനിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ ഒരിക്കലും ജുസിയിലേക്ക് വരുന്ന സ്വഭാവങ്ങൾ മിന്നൈസിൽ ജുസിക്ക് വരുന്ന സ്വഭാവമായിട്ട് വരില്ല. അപ്പൊ ഇവിടെ തഫ്സീലിയത്തിന്റെ വകുപ്പാലിയാകാന്നാണ് മിന്നൈസ് തഫ്സീല. അത് ഒരിക്കലും എന്തിലേക്ക് വരില്ല, ഇജ്മാലിയത്തിലേക്ക് ബാധകാവില്ല. അപ്പൊ ഇവിടുന്നാണ് ബാധിച്ചാൽ നോക്കാൻ പറ്റില്ല. അതാണ് ആ പറഞ്ഞത് അത് ബാധിച്ച പോലെയുണ്ട് തഫ്സീലിയത്തായതിൽ നിന്ന് ഇജ്മാലിയത്തിന് ജുസിയാത്ത്. ഇജ്മാലിയാത്തിന്റെ ജുസിയാത്താവും ജുസിയത്തിലേക്കുള്ള സ്വഭാവം ഇജ്മാലിയത്തിനും വന്നതാണ് എന്നതാവാം. അങ്ങനെ വന്നതായിരിക്കാം. പക്ഷെ അത് വെക്കാൻ പറ്റൂല. തഫ്സീലിയത്ത് തവക്കുഫാകൽ സിഫാത്തുൽ മുജ്തഹിദ് മുറജ്ജിഹാത്തിന്റെ മേൽ തവക്കുഫാകൽ തഫ്സീലിന്റെ ഐക്യത്തിൽ കൂടിയ അതൊരിക്കലും ഇജ്മാലിയത്തിൽ വരും. അഹ്കാമിനെ വായിലപ്പിക്കുന്നത് തഫ്സീലിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടുകൂടെ മാത്രമല്ല അങ്ങനെ ബാധിച്ചതാണെങ്കിൽ മുറജ്ജിഹാത്തിന്റെയും സിഫാത്തുൽ മുജ്തഹിദിന്റെയും രണ്ടിന്റെയും മൈരിബത്തിന് മേലല്ല തവക്കുഫാകുക. ഒന്നിന്റെ മൈരിബത്തിന്റെ മറ്റൊന്നിന്റെ ഖിയാമിന്റെ ഇല്ലാണ്. ഇവിടെ രണ്ട് മുസ്ലിം മൈരിബ സാധിക്കുന്നത്. അതാണ് എന്തോടുകൂടെ അത് തവക്കുഫാകൽ അതിൽ നിന്നുള്ള സിഫാത്തുൽ മുജ്തഹിദിന്റെ മേൽ തവക്കുഫാകൽ മനുഷ്യനിക്കത് ഹാസിലാകുക എന്നടിസ്ഥാനത്തിലല്ല.
في مسمى الأصول ഉസൂലിന്റെ മുസമ്മായിൽ മുഅ്തബറ് معرفتها لا حصولها كما تقدم كل ذلك. ഇതൊക്കെ മുമ്പ് പറഞ്ഞു പോയതുപോലെ وبالجملة فظاهر ആകയാൽ ഒബിൽ ജുംലത്തി ഒട്ടാകെ ഫളാഹിറുൻ ആർക്കും വ്യക്തമാണ് أن معرفة അന്ന الدلائل മഅരിഫത്തുൽ الدلائل ദലാലിൽ الإجمالية المذكورة ഇജ്മാലിയായ ദലീലുകളെ അറിയൽ المذكورة എങ്ങനത്തെ ദലീലുകൾ അൽ മദ്കൂറ في الكتب الخمسة 5 കിതാബുകളിലും പറയപ്പെട്ട ഇജ്മാലിയായ ദലീലുകളെ അറിയൽ لا تتوقف ലാ തതവഖഫു അത് തവഖുഫാവൂല على معرفة അലാ شيء മഅരിഫത്തി ശൈഇൻ من المرجحات وصفات المستحيل. ചെയ്യപ്പെട്ട ഒന്നിന്റെ മഅരിഫത്തില്ല. അപ്പോ ഇജ്മാലിയായ ദലീലിനെ മൗഖൂഫാലിയാണ് മുറജ്ജിഹാത്ത് സിഫാത്ത് വിജയിക്കുന്നത് ഒരിക്കലും ശരിയല്ല. المعقود لها الكتابان الباقيان അതിന് വളരെ ബാക്കി 2 കിതാബ് لكونها من الأصول فالصواب അപ്പോൾ ഫസ്സവാബു സത്യം ما صنعه മാസനഉ പണ്ഡിതന്മാർ ചെയ്ത മതിയാണ്. من ذكرها അതെന്തായാലും മിദ്ദിക്രിഹാ സിഫാത്തുൽ മുജ്തഹിദിനെയും മുറജ്ജിഹാത്തിനെയും പറയലാ في تعريفه ഈ തഅരീഫയിൽ ഉസൂലിന്റെ 2 തഅരീഫിലും كأن يقال ഏതുപോലെ കയ്യുക്കാല പറയപ്പെടും പോലെ أصول الفقه ഉസൂലുൽ ഫിഖ്ഹാകുന്നത് دلائل الفقه الإجمالي ഇജ്മാലിയ ഫിഖ്ഹിന്റെ ഇജ്മാലിയായ ദലീലുകളാണ് وطرق استفادة ومستفيد جزئياتها. അതിന്റെ ജുസിയാത്തിന്റെ മുസ്തഫീദിന്റെയും ഇസ്തിഫാദിന്റെയും وقيل വക്കീല മഅരിഫത്തു ദാലിക. അങ്ങനെ പറഞ്ഞാണ് ولا حاجة വലാഹാജത്ത് അപ്പൊ പിന്നെ ആവശ്യമില്ല إلى تعريف الأصول തഅരീഫിൽ ഉസൂലിയെ പിന്നെ ഉസൂലിന്റെ തഅരീഫ് പറഞ്ഞേക്കാം. للعلم به من ذلك. وأما قوله അമ്മ കൗലുഹും പണ്ഡിതന്മാരുടെ വാക്ക് المتقدم അൽ മുത്തഖദ്ദിമു മുമ്പ് പറഞ്ഞു പോയ വാക്ക് അൽ ഫഖീഹു അൽ അൽ മുസ്തഹിദു എന്ന വാക്ക് وكذا عكسه കഥ അക്സുഹു ഇതിന്റെ മാറ്റവും الآتي في كتاب الاجتهاد. ഇത്യാദിന്റെ കിതാബിൽ പറഞ്ഞ മറ്റേ അൽ മുസ്തഹിദ് വൽ ഫഖീഹും പറയും. അതൊക്കെ فالمراد به അൽ മുറാദു ബിഹി അതുകൊണ്ട് ഉദ്ദേശം بيان ما صدق മാസത്ത് ബയാൻ ചെയ്യൽ. أي ما يصدق عليه ഐ മാ الفقيه യസ്തുഖു അലൈഹിൽ ഫഖീഹ്. ഫഖീഹ് സാധിക്കാവുന്ന ഏത് വസ്തുണ്ടോ അതൊക്കെ هو ما يصدق عليه المجتهد. وبالعكس لا بيان المفهوم وإن كان هو الأصل في التعريف لأن مفهومهما مختلف ولا حاجة إلى ذكره ആ മഫ്ഹൂമിനെ പറച്ചിലേക്ക് ആവശ്യമില്ല للعلم به അതുകൊണ്ട് അറിയപ്പെട്ടതിന് من تعريفي الفقه والاجتهاد والاجتهاد ഇത്യാദിന്റെയും താരീഖില്ല. فما تقدم من أنهم ما قالوا എന്ന് പറയാതിരുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ്. ശരി പറഞ്ഞതിന് വേണ്ടിയല്ല. على أن بعضهم എന്തുകൊണ്ടുകൂടെ അലാന്ന ഭാഗവും പണ്ഡിതന്മാരിൽപ്പെട്ട കാലവും പറഞ്ഞിട്ട് تصريحا بالالتزام ഇസ്ലാമിന് അറിയപ്പെട്ട ഒന്ന് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. والفقه കഴിഞ്ഞില്ലേ? ഇനി വേണ്ട നാല് നമുക്ക് ഒരു കുഞ്ഞൊരു ഏതായാലും നിങ്ങളൊന്നും അല്ല മൈലായി വെക്കുന്നു.